അത് നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഗ്യാരേജിൽ നിന്ന് തുടങ്ങിയതാണ് ഗൂഗിൾ എന്ന് പറയുമ്പോൾ നമ്മൾ കൈയടിക്കും. ഇത് ഇത്രയുമായി. ഒരു ഗ്യാരേജിൽ നിന്നാണ് ടെസ്ല തുടങ്ങിയത്, ഒരു ഗ്യാരേജിൽ നിന്നാണ് ആമസോൺ തുടങ്ങിയത്, ആപ്പിൾ തുടങ്ങിയെന്ന് പറയും. പക്ഷെ അതേ സമയത്ത് നമ്മുടെ ഒരാൾ ഒരു ചെറിയൊരു ഷട്ടർ റൂമിൽ തുടങ്ങിയിട്ട് ഗൂഗിൾ ആകുമെന്ന് പറഞ്ഞ് ഒരിക്കലും വിശ്വസിക്കുന്നില്ല. അതായത് നമ്മുടെ സബ് കോൺഷ്യസിൽ നമ്മൾ വിശ്വസിക്കുന്നേ ഇല്ല ഈ നാട് കാലിഫോർണിയയുടെ സിലിക്കൺ വാലി പോലെ ആകുമെന്നുള്ളത്. അല്ലെങ്കിൽ നമ്മൾ വിശ്വസിക്കുന്നില്ല ഇവിടുന്ന് ഗൂഗിൾ ഉണ്ടാകുമെന്നുള്ള കാര്യം. അതുകൊണ്ടാണ് ടാൽറോപ്പിന് ഭയങ്കര റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നത്. ഇത് ആൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. കാര്യം നമ്മളിപ്പോൾ നോക്കിയാൽ 1940-50 കാലഘട്ടങ്ങളിൽ സ്റ്റാൻഫോർഡിലെ ഫെഡറിക് ടെർമാൻ എന്നുള്ള അധ്യാപകൻ ഒരു ഇൻഡസ്ട്രി പാർക്ക് തുടങ്ങുന്നു. അത് പിന്നീട് സിലിക്കൺ വാലി ആയിട്ട് മാറുന്നു. ആദ്യം ആ ഇൻഡസ്ട്രി പാർക്ക് ആവുന്ന സമയത്ത് HP കമ്പ്യൂട്ടറൊക്കെ ആദ്യം വരുന്നതാണ്. പിന്നെയാണ് ആമസോണും ഫേസ്ബുക്കൊക്കെ പിന്നെ അതിൻ്റെ അകത്ത് വരുന്നു. ഇപ്പോൾ അത് ലോകത്തിന്റെ ഒരു ടെക്നോളജിയുടെ ഹെഡ് ഓഫീസ് ആയിട്ട് മാറുമ്പോൾ ഈ ഒരു ഫൗണ്ടേഷൻ മുതൽ നമ്മൾ ചിന്തിക്കണം. ആ ഫൗണ്ടേഷനിൽ ആ പ്രോസസ്സിന്റെ ഔട്ട്കം ആണ് ഇന്ന് കാണുന്നത്. അപ്പൊ നമുക്കും ഇതേ പ്രോസസ്സ് ഇട്ടാൽ ഇതേ ഔട്ട്കം കൊണ്ടുവരാൻ പറ്റും. പക്ഷെ ആ പ്രോസസ്സ് തുടങ്ങാതെ, ആ ഫൗണ്ടേഷൻ ഇടാതെ, വിത്തിടാതെ നമ്മൾ റിസൾട്ടിനെ കുറിച്ച് ആലോചിച്ചിട്ട് കാര്യമില്ല. അപ്പൊ നമ്മളൊരു പക്ഷെ ഒരാളുടെ ചാപ്റ്റർ 100 നമ്മുടെ ചാപ്റ്റർ 1 ഈ ചാപ്റ്റർ 100 വെച്ചിട്ട് നമ്മൾ റിലേറ്റ് ചെയ്യാൻ പാടില്ല. ഓക്കെ, ഇവർക്കൊരു ചാപ്റ്റർ 1 ഉണ്ടായിരുന്നല്ലോ, ഇവർ എവിടുന്നാണ് ഇവിടെ എത്തിയത്? ഇതുപോലെ നമ്മൾ വിട്ടാൽ നമ്മൾക്ക് എന്ത് ചെയ്യില്ല, ഇനി ആ പ്രോസസ്സിലൂടെ ഒന്നും പോകേണ്ട ആവശ്യമില്ലല്ലോ. കാരണം നമ്മൾക്കിപ്പോൾ ലോകം ഈസിലി ആക്സസിബിൾ ആണ്, നമുക്ക് അറിയാൻ കാര്യങ്ങൾ. അപ്പൊ ഇവരെടുത്ത അതേ വഴികളൊന്നും അത്രയും എഫേർട്ട് നമ്മൾ ഇനി എടുക്കണ്ട. നമുക്ക് ബൈപ്പാസ് ചെയ്യാൻ ഒരുപാട് മെക്കാനിസം ഉണ്ട്. ഓക്കെ, ഇന്ന എലമെന്റ്സ് വന്നാൽ ഇന്ന റിസൾട്ട് ഉണ്ടാകും. ആ എലമെന്റ്സ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ ടാൽറോപ്പ് പറയുന്നത് ഇങ്ങനെ ചെയ്താൽ എന്താകും? ഇവിടുത്തെ കുട്ടികൾ സ്റ്റാർട്ടപ്പുകൾ തുടങ്ങും.